നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാണാതായ ഡിഗ്രി വിദ്യാർത്ഥിനി ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കണ്ടെത്താനാകാത്ത സാഹചര്യത്തിൽ CJM കോടതിയുടെ സുപ്രധാന നിർദ്ദേശത്തിനു പിന്നാലെ CBI വീണ്ടും അന്വേഷണം തുടങ്ങിയതിനു പിന്നാലെ അതിനിർണായകമായ ചില തെളിവുകൾ പുറം ലോകത്തേക്ക്. ജസ്നയുടെ സാമ്യമുള്ള പെൺകുട്ടി മുണ്ടക്കയത്തെ ലോഡ്ജിൽ എത്തിയിരുന്നതായാണ് വെളിപ്പെടുത്തൽ. കാണാതാകുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് അജ്ഞാതനായ യുവാവിനൊപ്പം ഇവിടെ വെച്ച് കണ്ടെന്ന് ലോഡ്ജിലെ മുൻ ജീവനക്കാരി ഒരു മാധ്യമത്തോട് വെളിപ്പെടുത്തൽ നടത്തുകയായിരുന്നു. ജസ്നയുടെ ദൃശ്യങ്ങൾ അവസാനമായി പതിഞ്ഞതും ലോഡ്ജിന് സമീപത്തെ തുണിക്കടയുടെ CCTV ക്യാമറയിലാണ്. പത്രത്തിൽ പടം വന്നതുകൊണ്ടാണ് ജസ്നയെ തിരിച്ചറിഞ്ഞത്. പെൺകൊച്ചിന്റെ രൂപം മെലിഞ്ഞതാണ്, വെളുത്തതാണ്, എന്നേക്കാൾ മുടിയുണ്ട്, ക്ലിപ്പാണോ എന്ന് ഉറപ്പില്ല, തലമുടിയിൽ എന്തോ കെട്ടിയിട്ടുണ്ട്, റോസ് കളറുള്ള ചുരിദാറായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, എന്നോട് പറഞ്ഞു എവിടെയോ ടെസ്റ്റ് എഴുതാൻ പോകുവാണെന്ന്, കൂട്ടുകാരൻ വരാനുണ്ട്, അതിനാണ് അവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞു. രാവിലെ 11:30 കാണുന്നത്. പയ്യൻ വന്നു, മുറിയെടുത്തു. രണ്ടുപേരും 4 മണി കഴിഞ്ഞാണ് ഇറങ്ങിപ്പോകുന്നത്. പയ്യനെ ഞാൻ കണ്ടു, വെളുത്തു മെലിഞ്ഞ പയ്യനാ, 102-ാം നമ്പർ മുറിയെടുത്തതാണ്, ഒറ്റത്തവണയെ കണ്ടിട്ടുള്ളൂ. CBI തന്നോട് ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല എന്നും ലോഡ്ജ് മുൻ ജീവനക്കാരി വെളിപ്പെടുത്തി. തുടക്കം മുതൽ ഒരു തുമ്പും തെളിവും കിട്ടാതെ അന്വേഷണ സംഘത്തെ വലച്ച അപൂർവമായ തിരോധാന കേസാണിത്. മുണ്ടക്കയം പുഞ്ചവയലിലെ ഒരു ബന്ധുവിന്റെ വീട്ടിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് ജസ്ന 2018 മാർച്ച് 22 വീട്ടിൽ നിന്നിറങ്ങിയത്. എരുമേലി വരെ സ്വകാര്യ ബസ്സിൽ എത്തിയെന്ന് സാക്ഷിമൊഴിയുണ്ട്. പിന്നീട് ആരും ജസ്നയെ കണ്ടിട്ടില്ല. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ജസ്ന ഫോൺ എടുത്തിരുന്നില്ല. ഇത് മനഃപൂർവ്വമാണോ മറന്നതാണോ എന്നുള്ള ചോദ്യങ്ങൾ അനവധി ബാക്കിയാണ്. വീട്ടിലുണ്ടായിരുന്ന ഫോൺ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും തെളിവൊന്നും കിട്ടിയില്ല. അന്വേഷണത്തിന്റെ ഭാഗമായി 2 ലക്ഷത്തോളം ഫോൺ നമ്പറുകളാണ് ശേഖരിച്ചത്. 4000 നമ്പറുകൾ സൂക്ഷ്മ പരിശോധന നടത്തി. പെൺകുട്ടിയെ കാണാതെ ദിവസം 16 തവണ വിളിച്ച് ആൺ സുഹൃത്തിനെ പലതവണ ചോദ്യം ചെയ്തിട്ടും ഫലമുണ്ടായില്ല. കേരളത്തിന് പുറത്ത് കുടകിലും ബംഗളൂരുവിലും ചെന്നൈയിലും ഒക്കെ അന്വേഷണ സംഘം നേരിട്ട് ചെന്ന് അന്വേഷിച്ചു. ഇതിനിടെ പലതവണ പലയിടങ്ങളിലും ജസ്നയെ കണ്ടുവെന്ന് സന്ദേശങ്ങൾ വന്നു. അന്വേഷണത്തിൽ കാര്യമായി ഒരു പുരോഗമനം ഉണ്ടായില്ല. തുടക്കത്തിൽ കുറെ നാൾ അന്വേഷണം ജസ്നയുടെ വീട് തന്നെ കേന്ദ്രീകരിച്ചായിരുന്നു. പിതാവ് ജെയിംസ് അടക്കം അടുത്ത ബന്ധുക്കളെ പലതവണ ചോദ്യം ചെയ്തു. സമീപകാലത്തൊന്നും ഒരു തിരോധാന കേസിൽ പോകാത്ത അന്വേഷണ വഴികളിലൂടെയെല്ലാം വിവിധ അന്വേഷണ ഏജൻസികൾ നടന്നു. വിവിധ പരീക്ഷണങ്ങൾ, വനപ്രദേശങ്ങളിൽ അടക്കം പരിശോധനകൾ. അതിനിടെ ജസ്ന ജീവിച്ചിരിപ്പുണ്ടെന്ന് കേരള പോലീസ് പറഞ്ഞെങ്കിലും തെളിവുകൾ നിരത്താനോ പെൺകുട്ടിയെ കണ്ടെത്താനോ നാളിതുവരെയും കഴിഞ്ഞിട്ടില്ല. സിനിമയെ പോലും വെല്ലുന്ന ജസ്ന തിരോധാനം ആദ്യം അന്വേഷിച്ചത് ലോക്കൽ പോലീസായിരുന്നു. പിന്നീട് സൈബർ സെല്ലിനെയും ഉൾപ്പെടുത്തി അന്വേഷണ സംഘം വിപുലീകരിച്ചു. ലക്ഷക്കണക്കിന് കോളുകളാണ് ഈ സമയത്ത് പരിശോധിച്ചത്. തുമ്പത്തെത്തുമ്പോഴേക്കും വീണ്ടും വഴുതു പോകുന്ന അപൂർവ കേസാണ് ജസ്നയുടേതെന്ന് ഒരു ഘട്ടത്തിൽ അന്വേഷണ സംഘം പോലും വിധിയെഴുതി. എരുമേലി, മുണ്ടക്കയം, കാഞ്ഞിരപ്പള്ളി ഈ ട്രയാങ്കിളിൽ ജസ്ന ഉണ്ടാകുമെന്ന് റിട്ടയർഡ് SP ജോർജ് ജോസഫ് വളരെ ശക്തമായി തന്നെ പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ YouTube വീഡിയോയിലൂടെയായിരുന്നു പ്രതികരണം. ജസ്ന അന്നുമുണ്ട് ഇന്നുമുണ്ട് അവിടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് 19ഓളം തവണ 21-ാം തീയതി മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ജസ്നയ്ക്കൊരു മനോദുഃഖമുണ്ടായിരുന്നു. അതെന്താണെന്ന് ലോക്കൽ പോലീസോ ക്രൈംബ്രാഞ്ചോ CBIയോ കണ്ടെത്തിയിട്ടില്ല. അതാണ് കേസ് തെളിയാത്തതെന്ന് അദ്ദേഹം പ്രതികരിച്ചു. ആദ്യത്തെ 48 മണിക്കൂർ പോലീസ് വെറുതെ പാഴാക്കി. ജസ്നയുടെ അമ്മ 8 മാസം ആശുപത്രിയിൽ കിടന്നു. ഈ സമയങ്ങളിൽ പല പള്ളികളും ജസ്ന പ്രാർത്ഥിക്കാൻ പോയി. പക്ഷേ ഇതേപ്പറ്റി ലോക്കൽ പോലീസ് ഒരു അന്വേഷണം പോലും നടത്തിയില്ല എന്നും അദ്ദേഹത്തിന്റെ YouTube ചാനലിൽ പ്രതികരിച്ചിരുന്നു.